ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ നോമ്പിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ. ഞാൻ ബീഫാണ് കറി വെക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഒക്കെ കുക്ക് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ അത്രയും പണി കുറയുമല്ലോ നമുക്ക്. അങ്ങനെ ഇത് കറിക്ക് വേണ്ടിയിട്ട് വെച്ചതാണ്. പക്ഷേ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് വരട്ടി മാതിരി ആയിക്കണു ബീഫ്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ആക്കിയിട്ട് അടി പിടിച്ചിട്ടില്ല കേട്ടോ. ഇതിലത്തെ വെള്ളം ഫുള്ള് വറ്റിക്കണേ, ഒരു തുള്ളി വെള്ളമില്ല. അപ്പോൾ അത് തേങ്ങ അരച്ചിട്ടാണ് ഇവിടെ കറി വെക്കൽ. അങ്ങനെ എപ്പോഴും തേങ്ങ അരച്ചിട്ടൊന്നുമല്ല കേട്ടോ വെക്കൽ. എപ്പോഴെങ്കിലൊക്കെ നമ്മൾ പത്തിരി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കൂലേ, അപ്പോൾ അതിലേക്ക് കറിയൊക്കെ തികയാത്തുമ്പോൾ നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് വെക്കൽ. അനൂസാണ് കേട്ടോ എപ്പോഴും ഇതിലൊക്കെ വെള്ളം പാർന്ന് സെറ്റാക്കിയിട്ട് ഈ തേങ്ങ അരച്ചും കൂടെ അതിലേക്ക് പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് തിളപ്പിച്ച് എടുക്കാനുണ്ട്. തേങ്ങ പാർന്ന് കൊടുത്തിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, എല്ലായിടത്തും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലത്തെ വെള്ളം വറ്റിയെന്നുള്ള ഒറ്റ പ്രോബ്ലമുള്ളൂ. അത് നമ്മുടെ കുക്കറിൻ്റെ ചെറിയ പ്രശ്നമാണ് കേട്ടോ. പിന്നെ അടുത്തത് പെൽച്ചക്കത്തേക്കുള്ള ഉണ്ടാക്കുകയാണ്. അപ്പുറത്ത് ഉമ്മ പത്തിരി ചൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചാൽ വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ തിളക്കുന്നുണ്ട്. അമരക്കയാണ് കേട്ടോ നമുക്ക് ഉപ്പേരിയായിട്ടുള്ളത്. ഈ അമരക്ക, പയർ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ ഇനി നോമ്പ് കഴിയോളം. വേറൊന്നും കൂട്ടാനും വയ്ക്കില്ലല്ലോ. നമ്മൾ നോമ്പ് ഇല്ലാത്തുമ്പോൾ കൂട്ടുന്ന പോലെയല്ലോ നോമ്പ് ഉണ്ടാകുമ്പോൾ. പെൽച്ചക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കാര്യം. പിന്നെ കറിയൊക്കെ തളിച്ച് ഞാൻ മൺചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ ഞാൻ അമരക്ക ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി കുക്കറൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അടുത്തത് നമ്മൾ ചിരങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ഫുള്ള് താളിപ്പാണ് കേട്ടോ. ചീര, ചിരങ്ങ അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. പിന്നെ തേങ്ങ അരച്ച കറി കൂട്ടലില്ല കേട്ടോ, ആർക്കും ഇഷ്ടമല്ല. പൊതുവേ ഇവിടെ ഉണ്ടാക്കൽ കുറവാണ്. പിന്നെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കും. അധികം താളിപ്പൊക്കെയാണ് ഉണ്ടാക്കൽ. പിന്നെ പെൽച്ചക്ക് ഫുള്ള് താളിപ്പാണ്. തേങ്ങ അരച്ച കറി ആരും കൂട്ടൂല. അങ്ങനെ അമരക്ക ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ അമരക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അപ്പുറത്ത് കിടന്നിട്ട് നമ്മുടെ ചിരങ്ങ വിസിലടിക്കുന്നുണ്ട് കേട്ടോ. ഒരു 4 വിസിലൊക്കെ അടിച്ചപ്പോൾ തന്നെ നമ്മുടെ ചിരങ്ങ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് തൂമിച്ചെടുക്കാനുണ്ട്. അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് മൂത്തതിന് ശേഷം ചിരങ്ങ കറി ഇതിലേക്ക് പാർന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ജ്യൂസിനുള്ള പരിപാടി നോക്കുകയാണ്. ഈത്തപ്പഴ ജ്യൂസാണ് കേട്ടോ ഇന്ന് നമുക്ക്. ഈത്തപ്പഴം രാവിലെ കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈത്തപ്പഴം അതിന് വെള്ളം കൂടെ മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് അടിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ചേർത്തിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈത്തപ്പഴം അരിഞ്ഞ് കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ വെള്ളവും അതിൽ അധികം വെള്ളമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് മൈസൂർ പഴമാണ് കേട്ടോ. അത് ടേസ്റ്റ് ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞിട്ട് ചേർത്തിട്ട് കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഇതിലേക്ക് പാല് ചേർത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര കട്ടിയുണ്ട് കേട്ടോ. ഇങ്ങനെ കട്ടിയിൽ നമുക്ക് കുടിക്കാനും വയ്ക്കില്ല. അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ പാല് പാർന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സിയിലിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പറ്റില്ല, ലൂസാവാനും പറ്റില്ല, എന്നാൽ നന്നായിട്ട് തിക്കാവാനും പറ്റില്ല. ആ ഒരു റേഞ്ചിൽ നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് വത്തക്കയും മുന്തിരിയാണ്, കുറച്ച് ഓറഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊന്നും ഡെക്കറേഷൻ ചെയ്താണ്. അങ്ങനെ അതും ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഉമ്മാൻ്റെ പത്തിരി ചുട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മ പത്തിരി ചുട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തരിക്കഞ്ഞി ഉണ്ടല്ലോ അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ തിണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ആകെ കച്ചറായിട്ട്. പിന്നെ ചായക്ക് വെള്ളം വെച്ച് അതിലേക്ക് ചായപ്പൊടിയൊക്കെ ഇട്ട് ചായ തിളച്ച്. അപ്പോഴത്തേക്ക് നമ്മുടെ അരി ഇവിടെ തിളച്ച് വന്ന് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. റൈസ് കുക്കറിലാണ് നമ്മൾ ചോറ് വെക്കൽ. പിന്നെ ഒക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ നിസ്കരിച്ചു.